Christ in you, Christ in you, Christ in you. യുവജനമേ ഉണരൂ, നവഗണമായുയരൂ, യേശുവിൻ തിരുമാറിൽ ചേർന്ന് സ്നേഹം നുകർന്നിടൂ. യുവജനമേ ഉണരൂ, ആത്മാവിൽ ഉയരൂ, വരദാന ഫലത്തിൻ വർണ്ണക്കൊടികൾ പാരിൽ ഉയർത്തിടൂ. രക്ഷയുടെ പാദത്തൊപ്പി അണിഞ്ഞണം, ഒരുങ്ങണം, നീതിയുടെ കവചം ധരിച്ചു പോരിനൊരുങ്ങണം, വചനമീതല വാളെടുത്തിടണം, ദുഷ്ടനെ ജയിക്കാം വിശ്വാസ പരിചയ യുദ്ധവീരൻ യേശുവിൻ കൂടെ അണിചേർന്നിടണം. Christ in you, Christ in you, Christ in you. Christ in you. Hello, hi, welcome to Christ in Youth. ആർതർ ആഷി ഒരു അമേരിക്കൻ ടെന്നീസ് പ്ലെയർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയധമനിയുടെ ഓപ്പറേഷൻ നടത്തുമ്പോൾ ഒരു സിറിഞ്ചിൽ ബ്ലഡ് കുത്തിവെക്കുമ്പോൾ അത് HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്ലഡായിട്ട് മാറി. അങ്ങനെ അദ്ദേഹം പോലും അറിയാതെ അയാൾ ഒരു HIV പേഷ്യൻ്റായി മാറി. ലോകത്തിൻ്റെ നെറുകയിൽ വിംബിൾഡൺ ഒക്കെ വാങ്ങി നിൽക്കുമ്പോഴാണ് ഈ ഒരു നിർഭാഗ്യത്വം അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അയാളുടെ പത്രപ്രവർത്തകർ ചോദിച്ചു, ഈ സമയം നിങ്ങൾക്ക് ഒരുപാട് പേരെ കുറ്റപ്പെടുത്താനൊക്കെ തോന്നുമായിരിക്കും, ദൈവത്തെ ഒക്കെ ഒന്ന് പഴിക്കാൻ തോന്നുന്നില്ലേ? അതിന് ആഷി പറഞ്ഞ ഉത്തരം എവരുടെയും കണ്ണു തുറപ്പിക്കുന്ന ഒരു ഉത്തരമായിരുന്നു. അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ലോകത്തെമ്പാടും ഏകദേശം 50 മില്യൺ കുട്ടികൾ വിംബിൾഡൺ കളിക്കാനായിട്ട് വരുന്നുണ്ട്. അതിൽ 5 മില്യൺ ആളുകൾ മാത്രമാണ് ടെന്നീസ് കളി പരിശീലിക്കുന്നത്. അതിൽ 5 ലക്ഷത്തോളം ആളുകൾ പരിശീലനം നേടി പുറത്തു വരുന്നു. അതിൽ നിന്നും 123 പേർ മാത്രമാണ് ലോക ടെന്നീസിൽ വിംബിൾഡൺ കിരീടത്തിൽ മത്സരിക്കാൻ വരുന്നത്. അതിൽ നിന്നും 2 പേർ മാത്രമാണ് ഫൈനലിലെത്തുക. അതിൽ ഒരാൾ മാത്രമാണ് വിംബിൾഡൺ കിരീടം നേടുക. ഈ കഴിഞ്ഞ കാലം അത്രയും വിംബിൾഡൺ കിരീടം നേടി ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഒരിക്കലും ദൈവത്തോട് ചോദിച്ചില്ല, ദൈവമേ എന്തുകൊണ്ട് ഞാൻ? പിന്നെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു വിപത്ത് വന്നു ചേരുമ്പോൾ ഞാൻ ചോദിക്കണോ, ദൈവമേ എന്തുകൊണ്ട് ഞാൻ എന്നുള്ളത്? പ്രിയമുള്ളവരെ, ആർതർ ആഷി പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്: കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്തെടുക്കുക. ഇന്നേ ദിവസം നമ്മോടൊപ്പം ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിനും ആ അനുഗ്രഹങ്ങളെ ഓർത്തെടുക്കുന്നതിനും നമ്മോടൊപ്പമുള്ളത് അബൈഡ് യൂത്ത് മിനിസ്ട്രി ചിറ്റൂരിലെ യുവജന സുഹൃത്തുക്കളാണ്. ലെറ്റ്സ് വെൽക്കം ദം ടു ക്രൈസ്റ്റ് ഇൻ യൂത്ത്. Christ in youth. Blind man said by the road and he cried. Blind man said by the road and he cried. Blind man said by the road and he cried. He cried, oh, 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 show me the truth.
Crippled man sat by the road and he cried. Crippled man sat by the road and he cried. Crippled man sat by the road and he cried. He cried, ooh, 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 show me the truth, show me the light, show me the way to go, baby. Na 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 na. Woman sat by the well and she cried. Woman sat by the well and she cried. Woman sat by the well and she cried. She cried, ooh, 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 show me the truth, show me the light, show me the way to go, baby. Na 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 na. Jesus sat by the road and he cried. Jesus sat by the road and he said. Jesus sat by the road and he said. He said, ooh, 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 I am the truth, I am the light, I am the way to go, baby. Na 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 na. Christ in youth. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളെല്ലാവരെയും ഈ നിമിഷം ഇവിടെ ഒരുമിച്ച് കൂട്ടിയതിന് അങ്ങയോട് നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ പാതയിലൂടെ നടത്തുകയും ചെയ്തതിനെ ഓർത്ത് അങ്ങയോട് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും പാതകളിൽ പ്രകാശവുമാകണമേ. ഞങ്ങളിപ്പോൾ അങ്ങയുടെ ഈ വചനം ശ്രവിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ ഈ വചനങ്ങൾ ഗ്രഹിക്കുന്നതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ഞങ്ങളെ അങ്ങയുടെ വഴിയിലൂടെ നടത്തണമേ. സങ്കീർത്തനം 9 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കാൻ എനിക്ക് ഇടയാക്കാതിരിക്കട്ടെ. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. കർത്താവെ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ശാസനങ്ങളെ എൻ്റെ അധരങ്ങൾ പ്രഘോഷിക്കും. സമ്പദ്സമൃദ്ധി എന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെപ്പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടിയുറപ്പിക്കുകയും ചെയ്യും. അങ്ങയുടെ ചട്ടങ്ങളിൽ ഞാൻ സന്തോഷിക്കും. അങ്ങയുടെ വചനം വിസ്മരിക്കുകയില്ല. ഞാൻ ജീവിച്ചിരിക്കാനും അങ്ങയുടെ വചനം അനുസരിക്കാനും ഈ ദാസന്റെ മേൽ കൃപ ചൊരിയണമേ. നമ്മളിപ്പോൾ ശ്രവിച്ച ഈ ദൈവവചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളുകളെ തുറക്കുകയും അതിൽ പ്രകാശിക്കുകയും നമ്മുടെ വിശുദ്ധിയുടെ വഴിയിലൂടെ നയിക്കുകയും ചെയ്യട്ടെ.
നമ്മൾ കേട്ട സത്യവചനങ്ങൾ നമ്മളെ നയിക്കുകയും നമ്മുടെ ജീവിതത്തിന് രൂപം നൽകുകയും ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവിതം നയിക്കാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ വചനങ്ങൾ നമ്മളെ വിശുദ്ധീകരിക്കട്ടെ. അവിടുത്തെ വചനം സത്യമാണ്. സത്യവചനം നിത്യവചനം മണ്ണിൽ രക്ഷയേകും തിരുവചനം. സത്യവചനം നിത്യവചനം മണ്ണിൽ രക്ഷയേകും തിരുവചനം. ഇന്നലെയുമെന്നുമെന്നും ജീവിക്കുന്ന ദിവ്യവചനം. ഇന്നലെയുമെന്നുമെന്നും ജീവിക്കുന്ന ദിവ്യവചനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കുന്നു. കൃതജ്ഞത നിറഞ്ഞ സ്നേഹം നിറഞ്ഞ മനസ്സോടെ കർത്താവിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും സ്തുതിഗീതങ്ങളും പാടുമ്പോൾ യേശുവിനോടുള്ള സ്നേഹത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കുകയും അത് നിറഞ്ഞ് മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുകയും ചെയ്യട്ടെ. നാദനായി പാടും ഞാൻ, നാദനായി പാടും ആയുസ്സുള്ള നാൾ വരെ. നാദനായി പാടും നാദനായി പാടും ഞാൻ, നാദനായി പാടും ആയുസ്സുള്ള നാൾ വരെ. നാദനായി പാടും തുമ്പമെല്ലാം തമ്പുരാന്റെ അൻപായി പാടും ഇമ്പമൂടെ. തുമ്പമെല്ലാം തമ്പുരാന്റെ അൻപായി പാടും ഇമ്പമൂടെ. ദൂതരേ വന്നിടൂ, ഞങ്ങളെ നോക്കിടൂ, നാഥനായി പാടുവാൻ പാട്ടിടൂ. സ്വർഗമേ പാടിടും ഈണമേകൂ. ദൂതരേ വന്നിടൂ, ഞങ്ങളെ നോക്കിടൂ, നാഥനായി പാടുവാൻ പാട്ടിടൂ. സ്വർഗമേ പാടിടും ഈണമേകൂ. യൂത്ത് ഐക്കണുകൾ തങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു എങ്ങനെ സ്പർശിച്ചു എന്നാണ് നമ്മളോട് വിവരിക്കുക. ആ ഓരോ വിവരണവും നമ്മളെ ഒരു പുതുസൃഷ്ടിയാക്കാനായിട്ട് ഒരു ആഹ്വാനം വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ അവരുടെ സാക്ഷ്യം കൊണ്ട് ഒന്ന് ഉത്തേജിപ്പിക്കുന്നുണ്ട്. എന്തിന്? ക്രിസ്തുവിലോട്ടൊന്ന് എടുക്കാൻ. ഇന്ന് തൻ്റെ ജീവിത സാക്ഷ്യം, ക്രിസ്തുവിലേക്ക് താൻ എടുത്ത വഴികൾ പറയാനായിട്ട് എത്തുകയാണ് മരിയ. സ്നേഹപൂർവ്വം മരിയയെ സ്വാഗതം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് മരിയ. ഞാൻ 2019 ആദ്യമായിട്ട് എബയുടെ യുവജനധ്യാനം കൂടുന്നത്. അന്ന് മാനസാന്തരത്തിന് തയ്യാറാകാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. അന്ന് ഞാൻ ശരിക്കും ബാക്കിലിരുന്ന് ആ ധ്യാനം എന്താണെന്ന് ശരിക്കും ഒബ്സർവ് ചെയ്യുകയായിരുന്നു ചെയ്തത്. എങ്കിൽ പോലും ആ ധ്യാനത്തിൽ നടന്ന ശുശ്രൂഷകളൊക്കെ എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി. ദൈവവിശ്വാസം എനിക്ക് ഭയങ്കരമായിട്ട് വളർന്നു. അതിനുശേഷം ദൈവം ഉണ്ടെന്ന് ഒരു ഉറച്ച വിശ്വാസം എനിക്ക് ആ ധ്യാനത്തിൽ ലഭിച്ചു. പക്ഷേ കാര്യമായ മാറ്റമൊന്നും എൻ്റെ ജീവിതത്തിൽ വന്നില്ല. അതിനുശേഷം 2023 വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ വീണ്ടും ധ്യാനേന്ദ്രത്തിലേക്ക് വരുന്നത്. അന്ന് ഞാൻ ഒത്തിരി തകർന്ന അവസ്ഥയിലായിരുന്നു.
എൻ്റെ വീട്ടിലുള്ളവരെ പോലും എനിക്ക് ആശ്രയിക്കാനോ അവരോട് തുറന്ന് സംസാരിക്കാനോ ഒന്നും എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ശരിക്കും ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റി വരെ എൻ്റെ ഉള്ളിൽ ചിന്തകൾ വരുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ശരിക്കും ഞാനിത് ആരോടും പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സ് ഭയങ്കര ഭാരപ്പെട്ടും തളർന്നും ഇനി ജീവിക്കണ്ട എന്നും ചിന്തിച്ചിരുന്ന സമയത്താണ് കൃത്യമായിട്ട് ഈശോ എന്നെ അബൈഡ് ധ്യാനത്തിലേക്ക് എത്തിക്കുന്നത്. അന്ന് പ്രേക്ഷിതവേലയുടെ ഭാഗമായിട്ട് ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന ചാപ്പലിലായിരുന്നു ഇരുന്നത്. അന്ന് രാവിലെ തൊട്ട് രാത്രി വരെ ഞാൻ ഈശോയുടെ അടുത്തിരുന്നു. ശരിക്കും അന്നാണ് ഞാൻ യഥാർത്ഥ ഒരു ഈശോ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. അതിനു മുൻപ് ഒരു ധ്യാനം കൂടിയിട്ടായിരുന്നു ഞാൻ അങ്ങോട്ട് വന്നത്. അന്ന് തന്നെ ഈശോ തൊട്ടത് ഞാൻ അനുഭവിച്ചറിഞ്ഞിരുന്നു. എങ്കിൽ പോലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത പല പാപങ്ങളും ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തോട് ഞാൻ വളരെയധികം ചേർത്ത് വെച്ചിരുന്ന ചില പാപങ്ങളുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഫാഷൻ വസ്ത്രധാരണം. എനിക്കെൻ്റെ മനസ്സുകൊണ്ട് പോലും ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു പാപമായിരുന്നു അത്. അതൊരു പാപമാണോ എന്ന് പോലും ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു. പക്ഷേ ആ ചാപ്പലിൽ ഇരുന്ന ദിവസങ്ങളിൽ ശരിക്കും ഞാൻ തിരിച്ചറിഞ്ഞു, ഈശോ ശരിക്കും നമ്മുടെ ഉള്ളിലാണ് വസിക്കുന്നത്. ദൈവം ഉണ്ടെന്നുള്ളൊരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആ ദൈവം നമ്മുടെ ഉള്ളിലാണുള്ളത്. അപ്പോൾ എൻ്റെ ശരീരം ഒരു ദേവാലയമാണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഇന്ന് വരെ ഞാൻ ഫാഷൻ വസ്ത്രം ധരിച്ചിട്ടില്ല. ഞാൻ എന്നെ തന്നെ പ്രദർശിപ്പിക്കാനായിരുന്നു പണ്ട് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു ചിന്ത തന്നെ എന്നെ വിട്ടുപോയി. ശരിക്കും ഈശോയ്ക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടതെന്ന് അന്ന് ഞാൻ ഒരു ഉറച്ച തീരുമാനം എടുത്തു. അതിനുശേഷം ദൈവകൃപയാൽ ഇന്ന് വരെ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ധ്യാനേന്ദ്രത്തിൽ പ്രേക്ഷിതവേലയ്ക്ക് വേണ്ടി വരാനായിട്ട് സാധിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. എന്തെന്നാൽ മറ്റെല്ലാവരെയുംക്കാൾ അധികമായി ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ശരിക്കും എൻ്റെ ചിന്താഗതികളും മനോഭാവങ്ങളൊക്കെ മാറിയതാണ് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം. ഞാൻ നടന്നിരുന്ന വഴിയും അതുപോലെ ഞാൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും എല്ലാം ഉപേക്ഷിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അതുപോലെ പല തെറ്റായ ഫ്രണ്ട്ഷിപ്സ് എനിക്കുണ്ടായിരുന്നു. അതൊക്കെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് കൊടുക്കാനും ഈശോയെ ആശ്രയിച്ച് ജീവിക്കാനും ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു ഈ അവസരത്തിൽ. Christ in youth. പൗലോസ്ലിഹ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, മഹത്വത്തിൻ്റെ ക്രിസ്തു നിൻ്റെ ഉള്ളിലാണ്. മഹത്വത്തിൻ്റെ ക്രിസ്തു നിൻ്റെ ഉള്ളിലാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഇന്നും ജീവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ആ ഉള്ളിൽ ജീവിക്കുന്ന ക്രിസ്തുവിനെ ഏറ്റവും അടുത്ത് അനുഭവിച്ചറിയാനായിട്ടാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ബിനോജ് മുളവരിക്കലച്ഛൻ്റെ ഒരു ഗാനം ഇപ്രകാരമാണ് അവസാനിക്കുന്നത്. പള്ളിയിൽ നിന്ന് ഈശോ, ഇന്ന് ഞാൻ മടങ്ങുമ്പോൾ നിന്നെ മറക്കില്ല ഞാൻ. പലപ്പോഴും പള്ളി കഴിഞ്ഞ് വെളിയിലോട്ടിറങ്ങുമ്പോൾ ഈശോയെ മറന്നു പോകുന്ന ഒരു പറ്റം ആളുകളായിട്ട് നമ്മൾ പലപ്പോഴും മാറുന്നുണ്ട്. നമ്മുടെ യുവജനങ്ങളൊക്കെയും അങ്ങനെയൊക്കെ ആയിത്തീരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഈ നിമിഷം അങ്ങനെ ഈശോയിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ മഹത്വത്തിൻ്റെ ക്രിസ്തുവിനെ ഉള്ളിൽ നിന്ന് അറിയാത്ത എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ലോകമെമ്പാടും ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്തവർ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ മനഃപൂർവ്വം നിരാകരിക്കുന്നവർ, ക്രിസ്തുവിന് വേണ്ടി ഹൃദയവാതിൽ തുറന്നു കൊടുക്കാൻ മടിക്കുന്ന എല്ലാ യുവജനങ്ങളെയും നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് ഈ യുവജനങ്ങളെല്ലാം തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് കണ്ണടച്ച് ഓർക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി ഹൃദയം തുറക്കാത്ത ഒരു യുവാവിനെയോ ഒരു യുവതിയെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ ആ വ്യക്തിയെ തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈ നിമിഷം നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോ ആ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് സമർപ്പിക്കാം. ആ വ്യക്തികളെ തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, അവരുടെ ഹൃദയങ്ങളെ തുറക്കത്തക്ക രീതിയിൽ അവരുടെ ഹൃദയ വയലുകളെ നീ ഒന്ന് ഉഴുതുമറിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഈ നിമിഷം പരസ്പരം കരങ്ങൾ കോർത്ത് പിടിച്ച് ആ വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി, ഏത് വ്യക്തിയെയാണോ, ഏത് യുവാവിനെയാണോ, ഏത് യുവതിക്ക് വേണ്ടിയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ആ വ്യക്തിക്ക് വേണ്ടി തന്നെയാണ് നാം എല്ലാവരും ഇന്ന് ഈ ടെലിവിഷൻ മുമ്പിലും മറ്റെല്ലാ മേഖലകളിലായിരിക്കുന്നവരും ഇരുന്ന് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം കരങ്ങൾ കോർത്ത് പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയിലേക്ക് ദൈവകൃപ ഇറങ്ങി വരാനായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന സ്തുതി സ്തുതി ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ആരാധന. ഈ നിമിഷം പ്രാർത്ഥിച്ച വ്യക്തിയെ ഒരിക്കൽ കൂടി തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഒന്നുറച്ച് വിശ്വസിക്കാം, ആ വ്യക്തിയുടെ ഹൃദയത്തെ ദൈവം തൊട്ട് കഴിഞ്ഞു. ആ വ്യക്തിയെ ദൈവം സ്വന്തമാക്കി കഴിഞ്ഞു. മഹത്വത്തിൻ്റെ ക്രിസ്തു അവൻ്റെ ഉള്ളിൽ കുടികൊള്ളിട്ടുള്ളത് ഒരു രാജകീയ പ്രവേശനം പോലെ അവൻ്റെ ജീവിതത്തിൽ വെളിവാക്കപ്പെട്ടുവെന്ന് ഉറച്ച ബോധ്യത്തോടെ നമുക്ക് തമ്പുരാന് നന്ദി പറയാം. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Christ in youth. വിശ്വാസത്തിൽ നമ്മെ വളർത്താനും ആത്മീയ ഉപദേശങ്ങൾ തന്ന് നമ്മെ അനുഗ്രഹിക്കാനും ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലെ യുവജന ശുശ്രൂഷകനും ജോയിന്റ് ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട ഫാദർ വക്കച്ചൻ കുമ്പയിലെ ഒത്തിരി സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ സ്നേഹപൂർവ്വം ഞങ്ങളുടെ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലെ എബേഡ് മിനിസ്ട്രിയിലെ പ്രേക്ഷിതരെ സ്നേഹപൂർവ്വം കേൾക്കുന്നതിൽ സന്തോഷം. വചനത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ മക്കളാണ് ഞങ്ങൾ, അല്ലയോ മക്കളെ? നമ്മുടെ യുവജന ശുശ്രൂഷയിൽ ഞാൻ കണ്ടിട്ടുള്ളത് അച്ഛാ എന്തെന്നില്ലാത്ത വിധം ജീവിതത്തെ മാറ്റിമറിക്കുന്ന വചനം അത്രയ്ക്ക് ആഴത്തിൽ പതിച്ച് ജീവിതത്തിൽ ദർശനം കിട്ടുന്നവരാണ് യുവതി-യുവാക്കൾ. നേരത്തെ പറഞ്ഞില്ല, അച്ഛൻ നേരത്തെ പറഞ്ഞു, ഒത്തിരി യുവതി-യുവാക്കൾ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കടന്നു വരാറുണ്ട്. അവരെല്ലാവരും എന്തെന്നില്ലാത്ത വിധം ജീവിതത്തിൽ ദർശനങ്ങൾ കിട്ടുന്നത് വചനത്തിൻ്റെ ഉപാസനങ്ങളിലാണ്. നമുക്ക് ഓരോരുത്തർക്കും ദർശനങ്ങൾ കിട്ടിയതും ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തതും വചനങ്ങളുടെ ബലത്തിലല്ലേ മക്കൾ? അങ്ങനെയല്ലേ സാധിച്ചത്? ബെനഡിക്റ്റ് 16-ാമൻ പാപ്പ 2006 നമ്മളോട് ഇങ്ങനെ പ്രചോദിപ്പിക്കുകയുണ്ടായി. വിശുദ്ധ ലിഖിതങ്ങൾ ഭൂതകാലത്തതല്ല, പഴയത് എന്തോ നടന്നതല്ല. സത്യത്തിൽ എന്താണെന്നാണ് പറയുന്നത്? കർത്താവ് ഭൂതകാലത്തിൽ പറയുന്നുമില്ല, മറിച്ച് അവിടുന്ന് വർത്തമാനകാലത്ത് നമ്മളോട് സംസാരിക്കുന്നു പറഞ്ഞു. ഇപ്പം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട വചനമാണെങ്കിലും കർത്താവ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നു എന്നാണ് വളരെ ശക്തമായിട്ട്. എന്നിട്ട് പറയാണ്, അവിടുന്ന് ഇന്ന് നമ്മോട് സംസാരിക്കുന്നു, നമ്മെ പ്രകാശിപ്പിക്കുന്നു, ജീവിതത്തിലൂടെയുള്ള മാർഗം കാണിച്ചു തരുന്നു. അവിടുന്ന് നമ്മോട് സംസർഗം പുലർത്തുന്നു, അങ്ങനെ നമ്മെ സജ്ജീകൃതരാക്കുകയും സമാധാനത്തിലേക്ക് നമ്മെ തുറക്കുകയും ചെയ്തു. ഇത് പഴയതെന്തോ അല്ല, പണ്ട് എഴുതപ്പെട്ട വചനമാണ്, പക്ഷെ വിശുദ്ധ ലിഖിതമാണ്. ദൈവനിവേശിതമായാൽ ഇന്ന് ഈ യുഗത്തിൽ ഒരു യുവാവിനോട് സംസാരിക്കുന്ന കർത്താവിൻ്റെ ഇന്നത്തെ വചനമാണ്. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ ഇത്രമാത്രം മാനസാന്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ അനുഭവിച്ചറിയുന്നു, രുചിച്ചറിയുന്നു, ജീവിതത്തിൽ മാനസാന്തരങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെ അനേകം യുവതി-യുവാക്കൾ ഇനിയും പ്രകാശത്തിൻ്റെ, വചനത്തിൻ്റെ പ്രകാശത്തിൻ്റെ മാർഗങ്ങളിലേക്ക് നയിക്കപ്പെടട്ടെ എന്നാണ് ആഗ്രഹം. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറയുന്നത് വചനത്തിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഉപദേശം സ്വീകരിക്കാൻ തിരിയുക എന്നതാണ്. നമ്മളിന്ന് ഒരുമിച്ച് ചേർന്ന് പാടി ആരാധിച്ചു, ദൈവസ്തുതികൾ നടത്തി. സങ്കീർത്തനം 119:9 കൃത്യമായിട്ടൊരു ചോദ്യമാണ്, ഒരു യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായിട്ട് സൂക്ഷിക്കും? ഉത്തരം കൃത്യമായിട്ട് തന്നെ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് തന്നെ. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് വ്യാപരിക്കാൻ സഭ ഒത്തിരി അവസരങ്ങൾ നമുക്ക് ഒരുക്കുന്നുണ്ട്, പ്രത്യേകിച്ച് യുവതി-യുവാക്കൾക്ക്. അതിന് നല്ലൊരിടമാണ് ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലെ എബേഡ് മിനിസ്ട്രിയൊക്കെ. ഗ്രാൻഡ് എബേഡ് ഫോറൊക്കെ വരുന്നുണ്ട് മെയ് 23 തൊട്ട് 28 വരെ. യുവതി-യുവാക്കൾ ഒന്ന് ചേർന്ന് ദൈവസ്തുതികൾ ആലപിക്കുകയും വചനത്തിൽ മുങ്ങിക്കുളിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളാണ്. എന്തെന്നില്ലാത്ത വിധം ജീവിതം മാറ്റിമറിക്കപ്പെട്ടവരാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട യുവതി-യുവാക്കൾ. ഒപ്പം തന്നെ നമ്മളും. പ്രിയപ്പെട്ടവരെ, വചനത്തിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഉപദേശം സ്വീകരിക്കാൻ തിരിയുക എന്നതാണ്. നമുക്ക് വചനത്തിലേക്ക് തിരിയാം, ദാറ്റ് മീൻസ് ക്രിസ്തുവിലേക്ക് തിരിയാം. ജീവിതം മെച്ചപ്പെടുത്താം, ജീവിതം ശക്തിയുള്ളതാക്കാം. ക്രിസ്തു
വചനമാണ്. വചനം മാംസമായ ക്രിസ്തുവിനെ ഹൃദയത്തിൽ പേറാം. അതിനെല്ലാ മക്കൾക്കും ഇടവരട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഒത്തിരി യുവതി യുവാക്കൾ ദിശാബോധങ്ങളിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Christ in youth. എത്രയേറെ യുവജനങ്ങളെയാണ് ദൈവം തൊടുകയും തന്നിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നത്. കണക്കുകൾ കാണിക്കുക, പണ്ടത്തേക്കാൾ കൂടുതലായി ആർത്തിയോടെ ദൈവതിരുസന്നിധിയിലെത്തുന്ന യുവജനങ്ങൾ ഒരുപാടുണ്ട്. ആർത്തി എന്നത് അവൻ്റെ സ്നേഹത്തെക്കുറിച്ചും അവന് വേണ്ടിയുമുള്ള ആർത്തിയാണ്. അത് നന്മ തന്നെയാണ്. അങ്ങനെ ഒരുപറ്റം യുവജനങ്ങൾ തങ്ങളുടെ ജീവിതങ്ങളെ തമ്പുരാന് സമർപ്പിച്ചതിൻ്റെ നേർക്കാഴ്ചകളായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. തുടർന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ടിൽ ദെൻ, സൈനിങ് ഓഫ്. ക്രൈസ്റ്റ് ഇൻ യൂത്ത്.